മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതുപോലെ തന്നെ കരുണയുടെയും ഉണ്ണിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലും വിവാഹ ജീവിതമുള്ളവർക്കല്ലേ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കേണ്ട കാര്യമുള്ളൂ. എനിക്ക് അങ്ങനൊരു കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയും വേണ്ട എന്ന ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്ന കരുണയുടെ വീട്ടിലേക്ക് കണ്ണനും മഹാലക്ഷ്മിയും എല്ലാവർക്കും കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നെങ്കിലും ഈ ഡ്രസ്സ് ഇവിടെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് വലിച്ചെറിയുന്നത് ഞാനായിരിക്കും. നിൻ്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ കൊടുത്തിട്ട് മര്യാദയ്ക്ക് പെട്ടെന്ന് ഇറങ്ങി പൊക്കോണം എന്നാണ് നമ്മുടെ കരുണയുടെ ഓർഡർ. കരുണയുടെ വിഷമം മനസ്സിലാക്കി കണ്ണനും മഹാലക്ഷ്മിയും അധിക നേരം അവിടെ നിന്ന് അവളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം പ്രതാപനാണെങ്കിൽ കൈകൂപ്പി കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നു, എൻ്റെ മോൾ ഒരു വിധത്തിൽ ഇവിടെ സമാധാനത്തോടെ ജീവിച്ചോട്ടെ, കൂടെ കൂടെ വന്ന് ഓരോന്ന് ഓർമ്മിപ്പിച്ച് അവളെ വീണ്ടും ഭ്രാന്തിയാക്കരുത് എന്ന് പറഞ്ഞു പോകുന്നെങ്കിലും മോഹിനിയമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. നല്ലൊരു ദിവസമായിട്ട്, അതും പ്രത്യേകിച്ച് തൻ്റെ മകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിട്ട് പോലും ഒരു പിടി സദ്യ ഒരുക്കി കൊടുക്കാനോ അത് സമാധാനത്തെ അവർക്ക് വിളമ്പി കൊടുക്കാനോ പറ്റാത്തതിൻ്റെ പേരിൽ വല്ലാതെ വിഷമിക്കുന്നു. എന്തായാലും നമ്മുടെ മേഘനാഥന് ഒരു കാര്യം ഉറപ്പുണ്ട്, കമലേശ്വരം വീട്ടിൽ വെച്ചായിരിക്കില്ല കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. കരുണയുടെ വീട്ടിലും അങ്ങനെ ആഘോഷിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം അറിയാവുന്ന മേഘന് ഉറപ്പുണ്ട്. അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ വെച്ചായിരിക്കും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. കണ്ണൻ്റെ വലതുകാലിൻ്റെ വിരലുകൾ ചലിക്കുന്ന ആ ഒരു കാഴ്ച നേരിൽ കണ്ടതുകൊണ്ട് കണ്ണൻ ഇനി എണീറ്റ് നടക്കാനോ അതുപോലെ പിച്ച വെച്ച് നടക്കാനോ തുടങ്ങിയോ എന്നറിയാൻ വേണ്ടിയിട്ട് സാഗറിൻ്റെ കൂടെ നിൽക്കുന്ന ആ കൂട്ടുകാരനെ തന്നെ ആ ദൗത്യം ഏൽപ്പിക്കുന്നു. നിനക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ തുറന്നു പറയണം. നീ വിചാരിക്കുന്നത് പോലെ നിസാര കാര്യമല്ല. ആ മാർക്കോയോ ലോപ്പസോ കാണും നിന്നെ കണ്ടു കഴിഞ്ഞാൽ തല്ലി ശരിയാക്കുമെന്ന് മാത്രമല്ല നിൻ്റെ നാക്ക് പോലും പിഴുതെടുത്തേക്കാം. കണ്ണൻ നടക്കുന്ന കാഴ്ച നീ നേരി കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നിസാര കാര്യമില്ലേ, ഞാൻ നിസാരം പോലെ അറിഞ്ഞിട്ട് വന്നേക്കാം എന്ന് പറയുന്നു. അപ്പോൾ കുറച്ച് ക്യാഷൊക്കെ കൊടുക്കുന്നു. ആ ക്യാഷ് കിട്ടിയതിൻ്റെ പേരിൽ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി കണ്ണൻ നടക്കുന്നോ ഇല്ലയോ എന്നുള്ള വിവരം അറിയിക്കാനായിട്ട് മേഘൻ പറഞ്ഞയച്ച ആൾ വരുന്നു. അതിനു മുമ്പ് തന്നെ കണ്ണനാണെങ്കിൽ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവരുടെ വിവാഹ വാർഷിക ദിവസം ഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള എല്ലാ ഡെക്കറേഷനും കേക്കും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മാർക്കോയും ലോപ്പസും കൂടി വന്നാൽ മാത്രമേ ചടങ്ങുകൾ ആരംഭിക്കാൻ പറ്റൂ. അങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കണ്ണനും മഹാലക്ഷ്മി. അങ്ങനെ മാർക്കോയും ലോപ്പസും വരുന്ന സമയത്ത് തന്നെ ഒരു ബൈക്ക് അവിടെ ഇരിക്കുന്നു. ആ ബൈക്ക് അവിടെ ഇരിക്കുന്നതിൽ എന്തോ ഒരു പന്തികേട് മാർക്കോയ്ക്ക് മനസ്സിലാകുന്നു. ഇനി ഡെലിവറിക്ക് വല്ല ബോയും വന്നെയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അകത്ത് കയറിപ്പോകാമല്ലോ. ഇവിടെ വെച്ച് പതുങ്ങി പോകണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് മേഘൻ പറഞ്ഞയച്ച ആളായിരിക്കും. കണ്ണൻ സാറ് നടക്കുന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി എന്ന് മനസ്സിലാക്കിയ മാർക്കോയും ലോപ്പസും ബൈക്ക് എടുത്ത് വരുന്നില്ല. പകരം നടന്ന് വന്ന് നോക്കുന്നുണ്ട് അവിടെ ആരെങ്കിലും നിൽപ്പുണ്ടോ ഇല്ലയോ എന്ന്. ആ ഒരു വിവരം കണ്ണനെയും മഹാലക്ഷ്മിയും അറിയിക്കുന്നു. മാത്രമല്ല ഡോറെല്ലാം അടച്ചിട്ട് തുറന്നു കിടക്കുന്ന ജനലിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കരുത് എന്ന വാണിംഗ് കൊടുത്ത് പിന്നാമ്പുറത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കും മേഘൻ പറഞ്ഞു വിട്ടവൻ ജനലിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ആ ഒരു കാഴ്ച കണ്ട് ഒരു മടലെടുത്ത് അവൻ്റെ നടു അടിച്ച് പൊട്ടിക്കുന്നുണ്ട് മാർക്കോ. നടു അനക്കാൻ പറ്റാതെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന അവനെ കാണുമ്പോഴാണ് മാർക്കോയ്ക്ക് മനസ്സിലാകുന്നത് കൂട്ടിരിപ്പുകാരനോടൊപ്പം നിൽക്കുന്ന കൂട്ടുകാരനാണ് ഇവൻ. മേഘൻ പറഞ്ഞു വിട്ടുകയാണെന്നുള്ള കാര്യം സമ്മതിക്കുകയും ചെയ്യുന്നു. ശേഷം അവനെ പറഞ്ഞു വിട്ട് മാർക്കോ വന്ന് കണ്ണനെയും മഹാലക്ഷ്മിയും കാണുമ്പോൾ കണ്ണൻ ചോദിക്കുന്നു, ഞാൻ നടക്കുന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മേഘൻ പറഞ്ഞു വിട്ട ആളായിരിക്കുമല്ലേ? അതെ സാറേ, സാറ് മലയ്ക്ക് പോയപ്പം കൊല്ലാൻ വേണ്ടി വന്നില്ലേ 3 അവന്മാർ, അതിലൊരുത്തൻ ജീവശവമായി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടല്ലോ. അവന് വാ തുറന്നൊന്നും സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് കൂടെ നിൽക്കുന്നവനെ പറഞ്ഞയച്ചതാ മേഘൻ സാറ് നടക്കുന്നോ ഇല്ലയോ എന്നറിയാൻ. എന്തായാലും സാറ് നടക്കുന്ന കാര്യമൊന്നും അവൻ കണ്ടു കാണില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇനി കണ്ടു കാണുമോ കണ്ണേട്ടാ എന്ന് മഹാലക്ഷ്മി ടെൻഷൻ അടിച്ച് ചോദിക്കുമ്പം എന്തായാലും മഹി പേടിക്കണ്ട, ഇന്നല്ല നാളെയെങ്കിൽ അവരെല്ലാവരും സത്യം അറിയേണ്ടതല്ലേ. കണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, കാണാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ലേഖയും പറയുന്നു. തൽക്കാലം കണ്ണേട്ടൻ നടക്കാൻ തുടങ്ങിയ കാര്യം അവരാരും അറിയരുത് എന്നായിരുന്നു എൻ്റെ ആഗ്രഹമെന്ന് മഹാലക്ഷ്മി പറയുന്ന സമയത്ത് വിവാഹ വാർഷിക ദിവസം കരുണയെ കാണാനായിട്ട് കരുണാലയത്തിലേക്ക് ഉണ്ണി വരുന്നു. ഉണ്ണി കാണുന്നതും കരുണയ്ക്കാണെങ്കിൽ കലി അടക്കാനാകുന്നില്ല. കമ്പനിയിൽ നടന്ന കാര്യങ്ങളൊന്നും ഇതുവരെ കരുണ അറിഞ്ഞിട്ടില്ലെങ്കിലും വിവാഹ വാർഷിക ദിവസം കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും സന്തോഷം കണ്ടിട്ടുള്ള കുശുമ്പാണ് അവൾക്ക്. അല്ലെങ്കിൽ തന്നെ കണ്ണനോടോ മഹാലക്ഷ്മിയോടോ എന്തെങ്കിലും ഒരു ദേഷ്യമുണ്ടെങ്കിൽ അതെല്ലാം തീർക്കുന്നത് ഉണ്ണിയുടെ മേലെയാണ്. ഇത്തവണയും അതൊട്ടും കുറയ്ക്കുന്നില്ല. ഉണ്ണിയെ
പച്ചയ്ക്ക് തിന്നുന്നത് പോലെ അപമാനിക്കുന്നു. അതെല്ലാം കേട്ട് നിസ്സഹായനായി നിൽക്കുന്ന ഉണ്ണിയും കാണിക്കുന്നു. മേഘനാണെങ്കിൽ പറഞ്ഞയച്ച് ആ കൂട്ടുകാരനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. എന്തായാലും മാർക്കോ അവനെ പഞ്ഞിക്കിട്ട കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മേഘൻ വന്നിരിക്കുന്നത്. എന്തായാലും നീ ഒളിഞ്ഞു നോക്കിയില്ലേടാ? അപ്പോൾ എന്തെങ്കിലും കണ്ടിരുന്നോ? എങ്ങനെ കാണാനാ സാറേ? ജനൽ തുറന്ന് അകത്തേക്ക് നോക്കിയതും മുതുകത്ത് ആഞ്ഞൊരടി വീണതല്ലേ. ആരാ നിന്നെ തല്ലിയത്? മാർക്കോയാണോ അതോ അനന്തുവോ? മാർക്കോയാ സാറേ. ഇനി മേല എന്നെ അവിടെ കണ്ടു കഴിഞ്ഞാൽ കൊന്നു കളയുന്ന വാണിംഗ്. അകത്തേക്ക് നോക്കിയെങ്കിലും നീ ഒന്നും കണ്ടില്ലേടാ? കണ്ണൻ നടക്കുന്നോ അതോ വീൽ ചെയറിലാണോ ഇരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല സാറേ എന്ന് പറയുമ്പോൾ നിന്നെപ്പോലൊരു മണ്ടനെ പറഞ്ഞു വിട്ട് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞ് മേഘനാണെങ്കിൽ കലിയോടെ നിൽക്കുന്നുണ്ട്. എന്തായാലും വിവാഹ വാർഷികമൊക്കെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മിയും അനന്തുവും ലേഖയും മാർക്കോയും ലോപ്പസും എല്ലാവരും ചേർന്ന്